اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ബാലുശ്ശേരി മഹൽ കുടുംബ സംഗമത്തിൻ്റെ ഈ ആദ്യ സെഷനിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അല്പം ചില കാര്യങ്ങൾ പരസ്പരം ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഖുർആൻ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്. ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് മാർഗദർശനവും സത്യാസത്യ വിവേചനവുമായി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിനെ നമ്മൾ ഏതൊരു അർത്ഥത്തിൽ സ്വീകരിക്കുന്നുവോ അതിനനുസൃതമായിട്ടായിരിക്കും ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക എന്നതിൽ ഒരു സംശയവുമില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ 100-ാമത്തെ വചനവും സൂറത്തുൽ ഖസസിലെ 7-ാമത്തെ വചനവും സൂറത്ത് താഹയിലെ 36-37 വചനവും സൂറത്ത് ഇബ്രാഹീമിലെ 6-ാമത്തെ വചനത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ചില പാഠങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഖുർആൻ മാ ഫറത്നാ മിൻ കിതാബി മിൻ ഷൈഇൻ, ഒരു കാര്യവും നമുക്ക് തരാതെ പോയിട്ടില്ല. എല്ലാ കാര്യവും വിശുദ്ധ ഖുർആൻ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിക്ക് എല്ലാ വിഷയത്തെയും കൃത്യമായി നമുക്ക് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ തന്നെ ചോദിക്കുന്നത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന്. അപ്പം ആ ചിന്തയാണ് ഖുർആനിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ നമുക്ക് പകർന്നു കിട്ടാൻ പര്യാപ്തമായിട്ടുള്ളത്. കേവലം ഒരു പാരായണത്തിൻ്റെ പുറത്ത് ഓരോ വചനങ്ങളും എത്ര കണ്ട് നമ്മൾ ആവർത്തിക്കുന്നുവോ അതിനനുസരിച്ച് കൂടുതൽ ചിന്തകളും പാഠങ്ങളും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആൻ പകർന്നു നൽകുന്നുണ്ട്. 2 കാര്യങ്ങൾ മനുഷ്യനെ ഏറ്റവും അധികം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മനുഷ്യനെ തളർത്തുന്ന വലിയ പ്രശ്നം ഏത് കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നതാണ് നമ്മളൊക്കെ പറയുന്ന ഡിപ്രഷൻ. ആളുകൾക്ക് പലപ്പോഴും അത്തരമൊരു മാനസികാവസ്ഥയുടെ അടിമകളാണ്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും അതിനെക്കുറിച്ചുള്ള അമിത ചിന്തകളും അത് ഓരോരുത്തരുടെയും വൈയക്തികമായ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തീവ്രമായ ദുഃഖവും വിഷമങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും സ്വാധീനിക്കുകയും നിരാശയിലും സങ്കടത്തിലും ദുഃഖത്തിലും ജീവിതം ഹോമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയും മനുഷ്യൻ്റെ മുമ്പിലുണ്ട്. ഈ 2 അവസ്ഥകളിലൂടെ ഖുർആനിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് മേൽ സൂചിപ്പിക്കപ്പെട്ട പറയപ്പെട്ട ഖുർആനിക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചുരുങ്ങിയ സമയത്തിനകം നമുക്കൊന്ന് പരിശോധിക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് ഖുർആനിലൂടെ പറഞ്ഞത് നമുക്കറിയാം. ഫിർഔനെ കുറിച്ച് പറഞ്ഞ ചരിത്രം പറയുകയില്ല, അതും നമ്മൾ കേട്ടിട്ടുണ്ട്. ഫിർഔനിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഭരണം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്, അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ഭീഷണിയാകുന്നൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു എന്ന ഒരു മുൻകൂട്ടിയുള്ള ഒരു പ്രവചനം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആകെ അസ്വസ്ഥനായ ഫിർഔൻ തൻ്റെ ഭരണം കൊണ്ട്, അധികാരം കൊണ്ട് ഏറ്റവും ക്രൂരനായിത്തീരുന്ന, പിന്നീട് ഓരോ കുട്ടികളെയും ജനിച്ചു വീഴുന്ന മക്കളെ അറുകൊല ചെയ്യാൻ മടി കാണിക്കാത്ത വിധത്തിൽ ക്രൂരനായ ഭരണാധികാരിയായി തീരുന്ന സന്ദർഭം.
ആ നാട്ടിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുന്നൊരു സന്ദർഭം നമ്മളൊന്ന് കൂട്ടി വായിക്കുക. ഈ സമയത്ത് മൂസാ നബിയുടെ ഉമ്മാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വഹയി ആ കുഞ്ഞിന് മുല കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. വൗഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളഇ. ഏത് സന്ദർഭത്തിലാണ്? കുഞ്ഞ് പിറന്നാൽ ഫിർഔനിൻ്റെ കിങ്കരന്മാർ വന്ന് കൊല ചെയ്യും. മാതാക്കളുടെ പിതാക്കളുടെ മുമ്പിലിട്ട് കൊല ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മൂസാ നബി പിറക്കുന്നു. ഈ പിറക്കാൻ പോകുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ വഹയി കുഞ്ഞിന് മുല കൊടുക്കുക. ഫഅൽഖിഹി ഫിൽ യമ്മി, എന്നിട്ട് കുട്ടിയെ പുഴയിൽ പെട്ടിയിലാക്കി പുഴയിൽ ഒഴുക്കുക. സാധാരണഗതിയിൽ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവാത്തൊരു കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടാകുന്നു. അവിടെ അള്ളാഹു പറയുന്നു, വലാ തഖാഫി വലാ തഹ്സനി, ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഭീതിയും നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഓർത്തിട്ടുള്ള സങ്കടവും, ഇത് രണ്ടിനെയും പ്രത്യേകം അള്ളാഹു പറഞ്ഞു, ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. ഇത് രണ്ടും മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവികമായ വികാരമാണ്, ഭയവും ദുഃഖവും. ഈ സമയത്ത് അതിനെ തടുത്തു നിർത്തുക എന്ന് പറയുന്നത്, വരാതിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല. മറിച്ച് അത് വന്നു കഴിഞ്ഞാൽ അതിനെ ആ സങ്കടത്തിലും ദുഃഖത്തിലും ഭയത്തിലും തന്നെ അതിനടിമയായി പോകണോ, അതല്ല അതിനെ അതിജയിച്ചുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് അതിൽ വിജയിക്കണോ, ഇത് തീരുമാനിക്കേണ്ടവൻ മനുഷ്യനാണ്. അത് തീരുമാനിക്കാനുള്ള ആ ഒരു ഉപദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. എങ്ങനെ കൊടുത്തു? അതും ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ഇന്നാ റാദ്ദൂഹു ഇലൈക് വജാഇലുഹു മിനൽ മുർസലീൻ. രണ്ട് കാര്യമാണ്. മോൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, നിനക്കവന് തിരിച്ചു തരും. ശുഭകരമായൊരു ചിന്തയാണ്. വജാഇലുഹു മിനൽ മുർസലീൻ, അവൻ പ്രവാചകന്മാരിൽ ദൂതന്മാരിൽപ്പെട്ട ആളുകളാക്കി മാറ്റും. ഈ രണ്ടും അള്ളാഹു നൽകിയിട്ടുള്ള ഈ ഒരു ചിന്തയിലൂടെ ആ അവസ്ഥയെ അതിജയിക്കാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മക്ക് സാധിച്ചു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രവുമല്ല, മൂസാ നബിയുടെ ചരിത്രത്തിലുടനീളം, പിന്നീടുള്ള പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലൂടെ എല്ലാം നമ്മൾ പഠിക്കുന്നത് ഇതുപോലെയുള്ള ആശയങ്ങളാണ്. ഉർവത്ത് ബിൻ സുബൈർ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലിൽ ഒരു കാലിന് പ്രയാസം വന്ന് മുറിച്ചു മാറ്റുമ്പോൾ, അതേ സമയത്ത് 4 മക്കളിൽ ഒരാൾ മരണപ്പെട്ട വിവരമറിയുമ്പോൾ നമ്മൾ കേട്ട ചരിത്രമാണ്. അൽഹംദുലില്ലാ പറഞ്ഞു. 2ൽ 1 കാലേ പോയിട്ടുള്ളൂ, 4 മക്കളിൽ ഒരാളെ പോയിട്ടുള്ളൂ. നിലവിൽ അള്ളാഹു തന്നതിലുള്ള നിഅമത്തിനെ കുറിച്ച് ഓർക്കുക എന്നത് ഇത് പ്രവാചകന്മാർക്ക് കൽപ്പിച്ചതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞിട്ടുള്ളതാണ്. തൻ്റെ അവശതയെക്കുറിച്ച്, ബലഹീനതയെക്കുറിച്ച് അള്ളാഹുവിനോട് ആശങ്കപ്പെട്ട സന്ദർഭത്തിൽ എനിക്ക് ഹാറൂൻ നബിയെ, എൻ്റെ സഹായിയായി ഹാറൂനെ കിട്ടണമെന്നും എൻ്റെ നാവിന് നീ ബലം നൽകണമെന്നും ഇങ്ങനെ ആവർത്തിച്ച് അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞ ഖുർആനിൽ ഖാല ഖദ് ഊതീത സുഅലക യാ മൂസ, മൂസ നീ പറഞ്ഞതെല്ലാം നിനക്ക് ചോദിച്ചതൊക്കെ തന്നിട്ടുണ്ട്. വലഖദ് മനന്ന അലൈക മറത്തൻ ഉഖറ, നീ പഴയതൊന്ന് ഓർക്കണം. പെട്ടിയിലാക്കിയ, പുഴയിൽ ഒഴുക്കിയ കുട്ടിയെ രക്ഷപ്പെടുത്തി ഫിർഔനിൻ്റെ കൊട്ടാരത്തിലെത്തി അവിടെ വളർത്തി, അങ്ങനെ ഓരോ സന്ദർഭത്തിലും അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, മൂസ ഭയപ്പെടേണ്ട, നിന്റെ കൂടെ റബ്ബുണ്ട്. ഇതിൽ നിന്ന് നമുക്കെന്താണ് പഠിക്കാനുള്ളത്? ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹു കൂടെയുണ്ട് എന്ന വലിയൊരു ചിന്ത, ബോധ്യം, അത് തന്നെയാണ് മൂസാ നബി തൻ്റെ അനുചരന്മാർക്കും പകർന്നു കൊടുത്തത്. സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞു, വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. മൂസാ നബി തൻ്റെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹ് തന്ന നിഅമത്തിനെ ഓർക്കണം. ഞങ്ങൾ ഇല്ലാത്തതിനെ കുറിച്ച് വല്ലാത്ത ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കിട്ടിയതിനെ കുറിച്ച് മറന്നു പോകരുത്. അത് മനസ്സിൻ്റെ അസ്വസ്ഥതക്കുള്ള പരിഹാരമാണ്, മറക്കാതിരിക്കുക എന്നത്. ഇത് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യുദബ്ബിഹൂന അബ്നാഅകും, മക്കൾ അറക്കുകയും കൊടിയ പീഡനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഫിർഔനിൽ നിന്ന് നിങ്ങൾ അല്ലാഹ് രക്ഷപ്പെടുത്തിയില്ലേ, ആ അല്ലാഹ് നിങ്ങൾക്ക് സഹായം തരും, നിങ്ങൾ ആശങ്കപ്പെടേണ്ട. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഈ ഓവർ തിങ്കിങ്ങും വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും അശുഭകരമായ അവസ്ഥകൾക്കൊക്കെയുള്ള പരിഹാരം റബ്ബിലുള്ള പ്രതീക്ഷയാണ്.
കിട്ടിയതിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, ലഭിച്ചതിനെ കുറിച്ചുള്ള തൃപ്തിയാണ്. ഇതിലൂടെയാണ് മനസ്സിന് സമാധാനമുണ്ടാകുന്നത്. മറ്റൊന്നാണ് പിറകിലേക്കുള്ള മനുഷ്യൻ്റെ തിരിഞ്ഞുനോട്ടം. കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്നുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുക വഴി ഉണ്ടാകുന്ന മാനസികാവസ്ഥകൾ, ആ ദുഃഖവും സങ്കടവും നിരാശയും, ഇത് മനുഷ്യൻ അലട്ടുന്നൊരു പ്രശ്നമാണ്. ഇതിൽ ഖുർആൻ നൽകുന്ന പാഠം എന്താണ്? മഹാനായ സൂറത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം സൂറത്ത് യൂസുഫിലൂടെ നമുക്കത് പലപ്പോഴും അറിയാം. 100-ാമത്തെ വചനം അത്ര പ്രസക്തമായൊരു വാക്കാണത്. തൻ്റെ ജീവിതത്തിലെ ചെറുപ്പം മുതൽ തൻ്റെ കുടുംബം തന്നെ അവഗണിച്ച്, ജ്യേഷ്ഠന്മാർ അവഗണിച്ച് കിണറ്റിലിട്ട് അവിടെ നിന്ന് വളർന്നു വന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അത് കഴിഞ്ഞ് കൊട്ടാരത്തിലെത്തുന്നു. അവിടെ കഴിഞ്ഞ് അവിടെ നിന്നും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, ജയിലിൽ അകടക്കപ്പെടുന്നു, വർഷങ്ങൾ കഴിയുന്നു. തന്നെ അവമതിച്ചവർ, അവഗണിച്ചവർ, കൊല്ലാൻ ശ്രമിച്ചവർ, തൻ്റെ ജ്യേഷ്ഠന്മാർ, അവർ യൂസുഫ് നബിയുടെ അരികിലേക്ക് തിരിച്ചെത്തുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മന്ത്രിയാണ്. അവർ യൂസുഫിനെ തിരിച്ചറിയുന്നു, അവർ അത്ഭുതപ്പെടുന്നു, അവർ പശ്ചാത്തപിക്കുന്നു, അവർ മാപ്പ് പറയുന്നു. ഈ സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാം മാപ്പ് സ്വീകരിക്കുന്നു, കഴിഞ്ഞ് പിതാവിനെയും കൂട്ടി തിരിച്ചു വരുന്നു. ഈ സന്ദർഭത്തിൽ യൂസുഫ് നബി പറഞ്ഞതും ചെയ്തതുമായ കാര്യം സൂറത്ത് യൂസുഫിലെ 100-ാമത്തെ വചനം പറയുന്നു. വഖാല യാ അബതി, തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ നിന്ന് പറയാണ്, വറഫഅ അബവൈഹി അലൽ അർശി വഖറൂ ലഹു സുജ്ജദ. സിംഹാസനത്തിൽ തൻ്റെ പിതാവിനെയും അവരെ ഉയർത്തി വെച്ചുകൊണ്ട് അവർക്ക് മുമ്പിൽ, ആ യൂസുഫ് നബിയുടെ മുമ്പിൽ അവർ ശിരസ് നമിക്കുന്നൊരവസ്ഥ വരുന്നു. വഖറൂ ലഹു സുജ്ജദ, അവർ അദ്ദേഹത്തെ നമിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഈ സമയം ആ സഹോദരന്മാരും അതുപോലെ തന്നെ തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ നിന്ന് ഈ ഒരു സന്ദർഭത്തിൽ യൂസുഫിന് പറയുകയാണ്, വഖാല യാ അബതി ഹൽ തഅവീലു റുയാ മിൻ ഖബൽ. നോക്കൂ, ഇത് എന്താണെന്ന് വാപ്പാ നിങ്ങൾക്കറിയാമോ? ഇതാണ് അന്ന് ഞാൻ കണ്ട സ്വപ്നം, ചെറുപ്പത്തിൽ കണ്ട സ്വപ്നം. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. ഖദ് ജഅൽഹാ റബ്ബി ഹഖ്ഖ, എൻ്റെ റബ്ബ് എനിക്കത് ഹക്കായി യാഥാർത്ഥ്യമായി സാധിപ്പിച്ചിരിക്കുകയാണ്. വഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിനസ് സിജ്ൻ, ആ റബ്ബ് എന്നെ ഇതാ എനിക്ക് നന്മ ചെയ്തിരിക്കുകയാണ്, ജയിലിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി. വജാഅ ബികും മിനൽ ബദ്വി മിൻ ബഅദ്, എന്നിട്ട് അങ്ങ് മരുഭൂമിയിൽ നിന്നും നിങ്ങളെ എൻ്റെ മുമ്പിലേക്ക് എൻ്റെ റബ്ബ് കൊണ്ടുവന്നു തന്നു. എന്നിട്ട് വീണ്ടും പറയുന്നു, എന്നിട്ട് പറയുന്നത്, എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കിടയിലും പിശാജ് കളിച്ച കളി, പിശാജിൻ്റെ കുതന്ത്രം, അതിനെയും ഓർക്കുന്നു. ഇന്ന റബ്ബി ലത്തീഫ്. ഈ ഒരൊറ്റ വചനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നോ അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ വചനത്തിൽ യൂസുഫ് നബിക്ക് സ്വാഭാവികമായ ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ തൻ്റെ ജീവിതത്തെ അത്രമേൽ പ്രയാസപ്പെടുത്തിയ സഹോദരങ്ങൾ മുന്നിൽ വന്ന് നിന്നൊരു സന്ദർഭം, അവിടെ അവർക്ക് മാപ്പ് കൊടുത്ത സന്ദർഭം. മാപ്പ് കൊടുത്തതിൻ്റെ ശേഷം യൂസുഫ് നബിയെ ജയിലിൽ നിന്ന് അള്ളാഹ് തന്ന നിഅമത്ത് എണ്ണി പറഞ്ഞെടുത്ത് ആദ്യം പറയേണ്ടത് എന്തായിരുന്നു? കിണറ്റിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷെ അത് പറഞ്ഞില്ല. അത് പറയുമ്പോൾ മാപ്പ് കൊടുത്ത സഹോദരങ്ങൾക്ക് അത് ഓർമ്മിപ്പിക്കലാവും, അതവരെ വിഷമിപ്പിക്കലാവും. അത് പറയാതെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയവൻ എന്ന് ചേർത്ത് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, എൻ്റെ സഹോദരങ്ങൾ അവരെന്നോട് ചെയ്ത അതിക്രമം എന്ന് പറഞ്ഞില്ല, പിശാച് എനിക്കും അവർക്കിടയിലും ശ്രമിച്ച കുതന്ത്രം കൊണ്ട് അതിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ആ മാപ്പിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഉണ്ടായത്. അപ്പം കഴിഞ്ഞ കാലങ്ങളും നമ്മോട് ചെയ്തു വെച്ചതും പലരുടെയും ആ പകയും വിദ്വേഷവും മനസ്ഥിതിയും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിരന്തരം നീറ്റലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ നീറ്റലെന്ന വലിയ പാറക്കല്ലുകളിൽ എടുത്തു വെക്കാവുന്നതാണ് മാപ്പ് എന്ന് പറയുന്നത്. അതോടുകൂടി ആ വ്യക്തി സ്വതന്ത്രനാകുന്നു, മാനസിക ആരോഗ്യം നേടിയെടുക്കുന്നവനാകുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്
അത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ അത് അടയാളപ്പെടുത്തുമ്പോഴാണ്, നമ്മുടെ ജീവിതത്തെ അത് അർത്ഥപൂർണമാക്കുമ്പോഴാണ്. ഖുർആൻ ഒരു വഴിക്കും നമ്മളൊരു വഴിക്കുമാകുന്നിടത്തല്ല. ഖുർആനും നമ്മളും നമ്മുടെ ജീവിതവും നമ്മുടെ സ്വഭാവവും പരസ്പരം പൂരകമായി പോകുന്നിടത്താണ് ഖുർആൻ എന്ന വെളിച്ചം ജീവിതത്തിൻ്റെ മുമ്പിൽ നമുക്ക് അനുഭവവേദ്യമായി തീരുന്നത്. അതല്ല എങ്കിൽ കേവലം ഒരു ചടങ്ങ് മാത്രമായി, കേവലം ഒരു ഗ്രന്ഥം മാത്രമായി, നമ്മുടെ ജീവിതത്തെ സ്പർശിക്കാത്തൊരു ഗ്രന്ഥം ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരപ്പെടില്ല എന്ന ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതം, ആ ജീവിതത്തിൻ്റെ അർത്ഥം പല പല നിലക്കുള്ള ചിന്താഗതികളും കാഴ്ചപ്പാടുകളും, പലരുടെയും ചിന്താഗതികളും കാഴ്ചപ്പാടുകളും നമ്മുടെ കൈവിരൽ തുമ്പിൻ്റെ ചലനങ്ങൾ കൊണ്ട് നമ്മുടെ ബ്രെയിനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുമ്പത്തെ പോലെയുള്ള സാഹചര്യങ്ങളല്ല. അതുകൊണ്ട് പല കാഴ്ചപ്പാടുകൾ പലർ പറയുന്നത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കേട്ടുകൊണ്ടിരിക്കും. ഇപ്പം ഈ സമയത്ത് ബസ്സിൽ ഞാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ജീവിതം ഒരാൾ പറയാണ്, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തെ അങ്ങനെ പ്രത്യേകിച്ചൊരർത്ഥങ്ങളൊന്നുമില്ല, ഓരോരുത്തരും തീരുമാനിക്കുന്നതാണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓരോരുത്തരും തീരുമാനിക്കുന്ന അർത്ഥം, ഓരോ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള കുറേ കോശങ്ങൾ അവ ഇങ്ങനെ നിലനിൽക്കുകയും അങ്ങനെ മനുഷ്യ ശരീരത്തിനകത്ത് ആന്തരികമായി പ്രവർത്തിക്കുന്ന കുറേ ധർമ്മങ്ങൾ നിർവഹിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ ലോകത്ത് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല, അത് ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്ന അർത്ഥങ്ങളാണ്. ഇങ്ങനെ അവനവന് തോന്നിയ, പലർക്കും തോന്നിയത് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇടുമ്പോൾ നമ്മുടെ മുമ്പിലേക്കും ഇത്തരം പലരുടെയും ചിന്താഗതികളും ആശയങ്ങളും കടന്നു വന്ന് നമ്മളെ സ്വാധീനിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ കവചമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് മറ്റൊന്നും കടന്നു വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ വഴി ഖുർആനിൻ്റെ വഴിയിൽ നമ്മൾ സദാ നിലകൊള്ളുകയും നമ്മളെപ്പോഴും വിശുദ്ധ ഖുർആൻ എന്ന ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കുകയും അത് കേൾക്കാനും അത് പഠിക്കാനും ശ്രമിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വചനങ്ങളിലും നമുക്ക് എന്ത് ലഭിച്ചു, എന്ത് പാഠങ്ങൾ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള അവസരമാണ് ഖുർആൻ പഠിക്കുക വഴി. ഖുർആൻ പഠിക്കുന്ന സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ തീർച്ചയായിട്ടും കുടുംബസമേതം അതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാവുക. ഒരു നിമിഷം പോലും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയില്ലാതിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ യഥാവിധം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഉത്തമരായ സമൂഹത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.